PYQs അനലൈസ് ചെയ്ത് പഠിക്കാം. മാക്സിമം PYQs വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു 1 മുതൽ 2 മണിക്കൂർ വരെ റിവിഷന് കൊടുക്കുക എന്നുള്ളതാണ്. ഈ 10 ദിവസം നമ്മളെന്ന് പറഞ്ഞാൽ ഒരിക്കലും പുതിയ ടോപ്പിക്കുകൾ പഠിക്കാതിരിക്കുക. അത് നമ്മൾ കൂടുതൽ പാനിക്കാം, കാരണം ഈ സിലബസ് ഇത്രയുണ്ട്, അപ്പോൾ ഞാൻ പഠിച്ചില്ലല്ലോ. ഓക്കെ അപ്പോൾ നമ്മൾ എവിടെ നമ്മൾ എത്തിയോ അവിടെ കൊണ്ട് നിർത്തുക. നമസ്കാരം, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൊമേഴ്സ് നെറ്റുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷനാണ്. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ ഫെബിൻ നാസിയ മാം ആണ്. മാം നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തരും. വളരെ കുറച്ച് ദിവസമാണ് അല്ലേ മാം? വളരെ കുറച്ച് ദിവസമാണ് നമുക്കിനി എക്സാമിനുള്ളത്. അപ്പോൾ ഈ കുറച്ച് ദിവസം കൊണ്ട് ഏകദേശം എത്ര, ഒരു 20 ദിവസം അല്ലേ? 20 ഡേയ്സ്. അപ്പോൾ ഈ ഒരു 20 ദിവസം കൊണ്ട് മാം ഇപ്പോൾ ഒന്ന് കുറച്ച് പേര് പഠിച്ചിട്ടിരിക്കുമായിരിക്കും, കുറച്ച് പേര് മുന്നെപ്പോഴോ പഠിച്ചു, പിന്നെ ഇടയ്ക്കൊരു ബ്രേക്ക് വന്നു, ഇനി ഇത്രയേ ഉള്ളൂ, ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിക്കുന്നവരായിരിക്കും. കുറച്ച് പേര് ഫ്രഷ് ആയിട്ട് ഞാൻ ഇനി തുടങ്ങിയാലോ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. അപ്പൊ ഈ 20 ദിവസം ഇവർക്കൊക്കെ എന്താണ് ഇനി ചെയ്യാനുള്ളത്? ഓക്കെ, ഇപ്പം ഈ ഒരു 20 ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ലെവൽ ഓഫ് പ്രിപ്പറേഷൻ എത്രത്തോളം, നമ്മളൊരു ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നിരുന്നാലും ഇപ്പോൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കറിയാം വാസ്റ്റ് ആയിട്ട് സിലബസ് ഇങ്ങനെ കിടക്കുവാണ്, അത് ഫുള്ള് കവർ ചെയ്യാൻ നോക്കുന്നതിലും നല്ലത് നമുക്ക് എന്താണ് PYQs അനലൈസ് ചെയ്ത് പഠിക്കാം. മാക്സിമം PYQs വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ 20 ഡേയ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ നമ്മുടെ കയ്യിൽ ഷോർട്ട് നോട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് റിവൈസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഇതൊക്കെയാണ് 20 ഡേയ്സ് നമുക്കിനി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. ഇത്രയുമാണ്. പിന്നെ അതുപോലെ തന്നെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, നമുക്ക് പേപ്പർ 1ലേക്ക് വരുമ്പോൾ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്, അതുപോലെ റീഡിങ് കോംപ്രഹൻഷൻ ഉണ്ട്. അപ്പം ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ അത് രണ്ടും നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റിയാൽ 20 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ആ 20 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഡെയിലി എന്താണ് ഒരു സെറ്റ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനും അതുപോലെ തന്നെ റീഡിങ് കോംപ്രഹൻഷനും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് ഡെയിലി 20 ദിവസമില്ല, അപ്പോൾ എത്ര സെറ്റ് ചെയ്യാനായിട്ട് പറ്റും? ഒരെണ്ണം വെച്ച് ചെയ്താൽ തന്നെ 20 സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. 2 എണ്ണം ചെയ്താൽ 40 സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി നമുക്ക് എന്താണ് സിമ്പിളായിട്ട് 20 മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അപ്പം എന്താണ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതും അതാണ്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എവിടെയാണോ ഉള്ളത് അതിനെ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കാം. അപ്പൊ നമ്മളിങ്ങനെ അതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കിപ്പം 20 ദിവസമേ ഉള്ളൂ. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, അത് കുറച്ച് വലിയൊരു ടോപ്പിക്കാണ്. നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്നതല്ല, ഒരുപാട് വലിയൊരു ഏരിയ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പൊ ഈ 20 ദിവസം എത്ര ടൈം നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഓക്കെ, ഒരു 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ മാക്സിമം പഠിക്കുക എന്നുള്ള. അപ്പം നമ്മൾ 8 മണിക്കൂർ പഠിച്ചു എന്നുള്ളതല്ല, അത് എത്രത്തോളം നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തു എങ്കിലേ അതിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. മാക്സിമം ഇപ്പോൾ പേപ്പർ 1 ആകുമ്പോൾ നമുക്ക് 2 പേപ്പേഴ്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിരുന്നാൽ പോലും പേപ്പർ 1ന് നമുക്ക് 100 മാർക്കും പേപ്പർ 2 200 മാർക്കും ആണല്ലോ. അതുകൊണ്ട് തന്നെ ഈ 8 മണിക്കൂറിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പം പേപ്പർ 1നാണെങ്കിൽ ഒരു 3 മണിക്കൂർ കൊടുക്കുക, പേപ്പർ 2ന് ഒരു 4 മണിക്കൂർ. അതുപോലെ തന്നെ ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു 1 മുതൽ 2 മണിക്കൂർ വരെ റിവിഷന് കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ മാക്സിമം റിവിഷൻ ചെയ്യണം, അപ്പോഴാണ് അതൊന്ന് കംപ്ലീറ്റ് ആവുന്നത്. ഏതൊരു കാര്യം അങ്ങനെയുണ്ട്, നമ്മൾ പഠിക്കുന്നതോടൊപ്പം ചിലർ വിട്ടുപോകുന്ന ഒരു സംഭവമാണ് ഈ റിവിഷൻ. അവർ പഠിക്കും ഡെയിലി, ഈ പറയുന്നത് പോലെ 10 മണിക്കൂറെങ്കിൽ 10 മണിക്കൂർ പഠിക്കുക, 10 മണിക്കൂറും പഠിക്കും, 1 മണിക്കൂർ പോലും റിവിഷൻ സ്പെൻഡ് ചെയ്യാറില്ല. അപ്പൊ റിവിഷൻ ആണ് ഇതിൽ ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പേപ്പർ 1ന് ഒരു 3 മണിക്കൂറും പേപ്പർ 2ന് ഒരു 4 മണിക്കൂറും, പിന്നെ ബാക്കി ടൈം റിവിഷനും. അപ്പൊ ഈ റിവിഷൻ എന്ന് പറയുമ്പോൾ മാം ആദ്യം പറഞ്ഞു PYQs നോക്കാൻ പറഞ്ഞു. അപ്പൊ ഈ PYQsന്റെ ഇമ്പോർട്ടൻസ് ഇവിടെ എങ്ങനെയാണ്? ഓക്കെ, നമ്മൾ PYQs മാക്സിമം വർക്കൗട്ട് ചെയ്യാൻ നമ്മൾ പറയുന്നതിൻ്റെ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് കുറേ കോൺസെപ്റ്റുകൾ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളൊക്കെ ആണെങ്കിൽ ഈ റിപ്പീറ്റ് ചെയ്ത് PYQs കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന ഏരിയയിൽ നിന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഏരിയ ഫോക്കസ് ചെയ്യാനായിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ 10 മണിക്കൂർ എഫിഷ്യന്റ് ആയിട്ട് നോക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേണും ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എക്സാം ഹാളിൽ പോയി ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ആയിരിക്കില്ല. നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ട ഏത് രീതിയിലാണ് ആ പാറ്റേൺ വരുന്നതെന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് എക്സാം ഹോളിലും കിട്ടും എന്നുള്ളതാണ്. പുതുതായിട്ട് എഴുതുന്നവർ നമ്മളൊരു പുതിയൊരാളെ നമ്മൾ പരിചയപ്പെടുന്നത് പോലെ, നമ്മൾ അയാളെ പറ്റി ഒരു ഫീഡ്ബാക്ക് നമ്മളൊന്ന് അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുമല്ലോ എന്ന് പറയുന്നത് പോലെ നമ്മളൊന്ന് പഠിച്ചിരിക്കുക എന്തൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ
മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസ്തു എന്ന് പറയുന്നത് ഇതൊരു ഓൺലൈൻ എക്സാം ആണ് അല്ലേ? കമ്പ്യൂട്ടർ CBT ആണ്, ഓൺലൈൻ എക്സാം ആണ്. അപ്പൊ ഈ മോക്ക് ടെസ്റ്റ് ഓൺലൈൻ എക്സാം ആകുമ്പോൾ നമുക്ക് ഇത്ര ടൈം ഉള്ളിൽ ഒരു കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് അവിടെ ആരും ബെല്ലടിച്ച് തരാനില്ല, നമ്മൾ തന്നെ അത് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഈ മോക്ക് ടെസ്റ്റ് അതിന് എത്രത്തോളം ഗുണം ചെയ്യും? നമുക്ക് പേപ്പർ 1 പേപ്പർ 2 ഒന്നിച്ച് തന്നെ കമ്പൈൻഡ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. 3 മണിക്കൂറാണുള്ളത്. അപ്പം മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്താൽ മാത്രമേ ടൈം മാനേജ്മെന്റ് പറ്റുള്ളൂ. കാരണം പെട്ടെന്ന് നമുക്കൊരു റിയൽ ടൈമിന്റെ എക്സാം എക്സ്പീരിയൻസ് നമുക്കത് കിട്ടും. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യും. പെട്ടെന്ന് പോയി നമുക്ക് CBT അത് 3 മണിക്കൂർ ഇരിക്കുക എന്ന് പറയുന്നത് നമുക്കതൊരു അത്ര എളുപ്പമുള്ള കാര്യമല്ല. 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയാണ്. 150 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. സോ ആ ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് കിട്ടാനായിട്ടും പിന്നെ നമുക്കറിയാം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്താലേ നമുക്ക് വീക്ക് ആയിട്ടുള്ള ഏരിയാസ് മനസ്സിലാക്കാനും അതുവഴി അവിടെ വീണ്ടും റിവൈസ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. മോക്ക് ടെസ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഏത് എക്സാം ആണെങ്കിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ഒക്കെ ആയത് തന്നെ നെറ്റ് എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമുക്ക് ചില സംഭവങ്ങളുണ്ട്, നമുക്ക് നെക്സ്റ്റ് അടിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പോകുന്നില്ല, അങ്ങനെയുള്ളതും. അപ്പോൾ ആ സമയത്തുണ്ടാകുന്ന ആ ഒരു ടെൻഷനും നമ്മൾ പാനിക് ആവും. അതെ, ആ ഒരു വെപ്രാളോ അതൊക്കെ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു റിട്ടേൺ എക്സാമിനേക്കാളും കൂടുതൽ ഇത്തരം പരീക്ഷകളിൽ മോക്ക് ടെസ്റ്റ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ മാം, അപ്പൊ നമ്മളിപ്പോ ഇത്രയും ചെയ്തു, നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തു, PYQ ചെയ്തു, ഇതെല്ലാം ഇങ്ങനെ ചെയ്യുവാണ്. അപ്പൊ എന്നിരുന്നാലും ഈ ലാസ്റ്റത്തെ കുറച്ച് ദിവസമുണ്ട്, ഒരു 10 ദിവസമൊക്കെ ഭയങ്കര ക്രൂഷ്യലാണ്. ആ 10 ദിവസമാണ് നമ്മൾ ചിലർക്ക് പാനിക് അറ്റാക്ക് വരെ വരുന്ന ഒരു ടൈമാണ്. അപ്പൊ അതൊന്ന് വരുന്നത് മാം ഓൾറെഡി ഇതിലൂടെയൊക്കെ കടന്നുപോയ ഒരു വ്യക്തിയാണ്, ഇത് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ മാമിന്റെ ഒരു എക്സ്പീരിയൻസും പിന്നെ ഈ അവസാനത്തെ 10 ദിവസം ഇനി ഈ എക്സാം അപ്രോച്ച് ചെയ്യാൻ പോകുന്നവരും എന്താണ് ചെയ്യേണ്ടത്? ഈ 10 ദിവസം നമ്മളെന്ന് പറഞ്ഞാൽ ഒരിക്കലും പുതിയ ടോപ്പിക്കുകൾ പഠിക്കാതിരിക്കുക. അത് നമ്മൾ കൂടുതൽ പാനിക്കാവും. കാരണം ഈ സിലബസ് ഇത്രയുണ്ട്, അപ്പൊ ഞാൻ പഠിച്ചില്ലല്ലോ. ഓക്കെ അപ്പൊ നമ്മൾ എവിടെ നമ്മൾ എത്തിയോ അവിടെ കൊണ്ട് നിർത്തുക. പുതിയ ടോപ്പിക്സ് ഒന്നും എടുക്കാതിരിക്കുക, പഠിക്കാൻ ശ്രമിക്കാതിരിക്കുക. ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. PYQs വർക്കൗട്ട് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡേറ്റ ഇന്റർപ്രിട്ടേഷനും റീഡിംഗ് കോംപ്രഹെൻഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് മോക്ക് ടെസ്റ്റുകൾ ഡെയിലി 2, 3, 4 മോക്ക് ടെസ്റ്റുകൾ വരെയൊക്കെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പ്രോപ്പറായിട്ട് നമ്മുടെ ഹെൽത്തും കാര്യങ്ങളും ഒക്കെ നോക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നല്ല കോൺഫിഡൻസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മളെ കൊണ്ട് ഇത് പറ്റും എന്നുള്ള ഒരു രീതിയിൽ തന്നെ ഇരിക്കുക. ഇതൊക്കെ നിസ്സാരം ആ ഒരു മൈൻഡ് വെച്ചിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ടെൻഷൻ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇതൊന്നും അല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കുക എന്നുള്ള. അതുമല്ല മാം, എനിക്കിതിനെപ്പറ്റി വലിയൊരു അറിവില്ല. എന്നാലും എന്റെ കേട്ടറിവ് വെച്ചിട്ട് ഈ ഒരു ജൂൺ ഡിസംബറിൽ 2 പ്രാവശ്യം ഉണ്ടല്ലേ? ജൂണിലും ഡിസംബറിലും 6 മാസം കൂടുമ്പോൾ. അപ്പൊ അത് കഴിഞ്ഞിട്ട്, അതായത് ഈ 2 തവണ വരുന്ന എക്സാമിന് ഒരു ഇമ്പോർട്ടൻസ് കൂടി ഉണ്ട്. എന്തായിരുന്നു മാം, അതുപോലെ ഒന്ന് പറയാമോ? ഓക്കെ, നമുക്കറിയാം ഈ ഒരു ഇപ്പൊ കിടക്കുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സിന്റെ ആ ലിസ്റ്റിന്റെ കാലാവധി ഈ സെപ്റ്റംബറോട് കൂടി കഴിയും. അപ്പം നമുക്ക് ആ ഒരു എക്സാമിന് അപ്പിയർ ചെയ്യാനായിട്ട് വേണ്ടത് ഇപ്പം നമ്മുടെ ഏതാണോ, ഇപ്പം MCOM, നമ്മൾ കൊമേഴ്സ് ആണ് തന്നെ MCOM + നെറ്റ് ആണ് വേണ്ടത്. അപ്പം നമുക്കതിൻ്റെ ഇമ്പോർട്ടൻസ് ഈ ജൂണിൽ അല്ലെങ്കിൽ ഡിസംബറിൽ ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അത്രത്തോളം നമുക്ക് അറിയാമല്ലേ. ആ ഒരു പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ജൂണിൽ അല്ലെങ്കിൽ ഡിസംബറിൽ നമ്മളത് ക്ലിയർ ചെയ്യാന്നുള്ളത് ക്വാളിഫൈ ചെയ്തിരിക്കണം. ഓക്കെ അപ്പോൾ ആ ഒരു ഈ ജൂണിൽ അല്ലെങ്കിൽ ഡിസംബറിൽ ക്വാളിഫൈ, പക്ഷെ അത് കുറച്ചുകൂടി ഒരു ബെനിഫിറ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ, അപ്പൊ അതിന്റെ ആ ഒഴുക്കിൽ തന്നെ നമുക്ക് ഈ ഒരു എക്സാം കൂടെ എഴുതി അങ്ങ് പോകാനായിട്ട് സാധിക്കും. ഒരു ബ്രേക്ക് വരുന്നില്ല. ഇല്ല, സെപ്റ്റംബറിൽ അതിന്റെ കാലാവധി കഴിയുമ്പോൾ എന്തായാലും ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷനും വരും എന്നുള്ളതാണ്. അപ്പൊ ഓക്കെ, അപ്പോൾ വളരെ വളരെ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടി എന്താണ് കുറച്ചുകൂടി അങ്ങനെയല്ല, മീൻസ് ഗ്ലാമറസ് പോസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും എനിക്ക് തോന്നുന്നു ആ ഒരു ഒഴുക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു ബാലൻസ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങളെല്ലാം വരുന്നതൊക്കെ. ചിലർക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് അവിടെ വരും, ഇവിടെ ഒരു ബ്രേക്ക് ഇല്ല. ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. അപ്പൊ അതിനൊരു പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ തുടങ്ങേണ്ട ആവശ്യമില്ല, നമ്മൾ തുടങ്ങി വെച്ചേക്കാണ്, പോയാൽ മതി. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ നെറ്റ് കൊമേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ മാം? അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പൊ ഇനി വരുന്ന എന്താണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കൊമേഴ്സ് അല്ലെ, ആ ഒരു പരീക്ഷയും കൂടി ഇതിനൊപ്പം തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ മാം. പിന്നെ നമുക്ക് മറ്റു കോഴ്സ് എന്താണ് നമ്മുടെ സഹകാരി ഇവർക്ക് വേണ്ടി കൊടുക്കാനുള്ളത്? നമ്മൾ ജൂണിലേക്ക് പെയ്ഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സഹകാരിയുടെ. നമുക്ക് ലൈവ് സെഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, ഡെയിലി എക്സാംസ്, വീക്ക്ലി എക്സാംസ്, മന്ത്ലി എക്സാംസ് എല്ലാം ഉണ്ട്. നമുക്ക് ഫുൾ പാക്ഡ് ആണ് നമ്മൾ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും ബാക്കിയൊക്കെ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക, പഠിക്കുക, പ്രൊഫസറായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് അങ്ങ് മാറുക. അത്ര തന്നെയാണ് പറയാനുള്ളത് അല്ലേ മാം? അതെ. അപ്പൊ മറ്റൊരു സെക്ഷനിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു മാം. താങ്ക് യു.